പൊതുവേ നല്ല വൈബുള്ള കൂട്ടത്തിലാണ് നടൻ ദിലീപിൻ്റെയും കാവ്യമാധവൻ്റെയും കുഞ്ഞുമക്കൾ. മഹാലക്ഷ്മി ചേച്ചിയുമായി തട്ടിച്ചു നോക്കിയാൽ അത്ര കണ്ട് ശാന്തലീലയായി ഇരിക്കാനൊന്നും മാമ്മാട്ടി എന്ന് വിളിക്കുന്ന മഹാലക്ഷ്മി ഗോപാലകൃഷ്ണന് സാധ്യമല്ല. ഈ മാമ്മാട്ടി എന്ന പേര് പോലും നീളമുള്ള തൻ്റെ പേരിനെ ചുരുക്കി സ്വയം വിളിച്ചത് വഴി മാമ്മാട്ടി നേടിയെടുത്തതാണ്. ചെന്നൈ നഗരത്തിലെ സ്കൂളിൽ ഇപ്പോൾ മഹാലക്ഷ്മി 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ വിഷുവിന് ദിലീപ് പങ്കെടുത്ത പരിപാടിയിൽ മഹാലക്ഷ്മിയുടെ രസകരമായ ഒരു വിശേഷം പങ്കിടുകയുണ്ടായി. ഗായിക KS ചിത്രയുടെ ഇവിടെ ഉണ്ടായിരുന്നു. മീനാക്ഷി കുഞ്ഞുനാളിൽ പുതുവേദിയിൽ വളരെ വിരളമായ പ്രത്യക്ഷപ്പെട്ടിരുന്നുള്ളൂ. എന്നാൽ മഹാലക്ഷ്മിക്ക് അച്ഛനും അമ്മയ്ക്കും മോഡലിംഗ് അവസരം വരെ ഒരുക്കി നൽകി. അമ്മ കാവ്യമാധവൻ്റെ വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയിൽ മഹാലക്ഷ്മി ചേച്ചി മീനാക്ഷിയുടെ ഒപ്പം കൂട്ടി മോഡലായി എത്തിയിരുന്നു. പട്ടുപാവാടയും ബ്ലൗസും ഇട്ടുവന്ന മഹാലക്ഷ്മിയും സാരി ചുറ്റിയ ചേച്ചി മീനാക്ഷിയും കൂടിയുള്ള ദൃശ്യങ്ങളും വൈറലായി മാറാൻ അധികം താമസമുണ്ടായില്ല. KS ചിത്രയുടെ കൂടെ പങ്കെടുത്ത പരിപാടിയിൽ ദിലീപ് പങ്കിട്ടത് മഹാലക്ഷ്മി ഒരു വയസ്സ് പ്രായമുള്ളപ്പോൾ നടന്ന വളരെ രസകരമായ സംഭവമാണ്. ഫോൺ കയ്യിൽ കിട്ടിയാൽ സ്വയം പ്രഖ്യാപിത വ്ളോഗർ ആവുന്ന മഹാലക്ഷ്മി സംസാരിക്കാൻ ആരംഭിച്ച സമയം മുതൽ പാട്ടുപാടാനും തുടങ്ങിയിരുന്നു. കേൾക്കുന്ന പാട്ടുകളുടെ കൂട്ടത്തിൽ ഒരു താരാട്ടുപാട്ട് മഹാലക്ഷ്മി പാടുമായിരുന്നു. ഒരു ദിവസം രാത്രി മഹാലക്ഷ്മി പാടിയ ആ പാട്ട് ദിലീപ് ഫോണിൽ റെക്കോർഡ് ചെയ്തു ചിത്രയ്ക്ക് അയച്ചു കൊടുത്തു. ഒരു വയസ്സ് മാത്രം കഴിഞ്ഞ് മഹാലക്ഷ്മി പാടി ദിലീപ് റെക്കോർഡ് ചെയ്ത ആ ഗാനം ഇന്നും അദ്ദേഹത്തിൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ചിത്ര നൽകിയ പ്രതികരണവും. പാട്ടു പാടി ഉറക്കം താമരപ്പൂം പൈതലെ എന്ന പാട്ടായിരുന്നു ദിലീപിൻ്റെ മകൾ പാടിയത്. ആ സന്ദേശം കിട്ടിയതും ചിത്രയുടെ പ്രതികരണമാണ് ദിലീപിനെയും കാവ്യമാധവനെയും അമ്പരിപ്പിച്ചത്. ചിത്ര ആ ഗാനം മുഴുവനായി പാടി ദിലീപിനെ അപ്പോൾ തന്നെ തിരികെ അയച്ചു കൊടുത്തു. ആ ഗാന സന്ദേശവും ദിലീപ് ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നു. മികച്ച പ്രതിഫലം പറ്റി ചിത്ര പാടാറുള്ള ഗാനമാണ് കുഞ്ഞു മഹാലക്ഷ്മിക്ക് ഫ്രീ ആയി കിട്ടിയത് എന്നുകൂടി ദിലീപ് ഒരു കമൻറ്റ് പാസാക്കി. മലയാള സിനിമയിൽ ശ്രദ്ധേയമായ നിരവധി ഗാനങ്ങൾ ആലപിച്ച ചിത്രയുടെ ശബ്ദത്തിൽ പ്രശസ്തയായ ഈ ചില താരാട്ട് പാട്ടുകളുണ്ട്. ഉണ്ണി വാവ താമര കണ്ണുനുറങ്ങണം തുടങ്ങിയ ഗാനങ്ങൾ ചിത്രയുടെ ശബ്ദത്തിൽ മലയാളി ശ്രോതാക്കൾ കേട്ട് കഴിഞ്ഞു. നിലവിൽ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിൽ സ്ഥിരം ജഡ്ജാണ് KS ചിത്ര. ദിലീപ് അടുത്തതായി 2 സിനിമകളുടെ റിലീസിനായി കാത്തിരിക്കുകയാണ്. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രമാകും ആദ്യം റിലീസ് ചെയ്യുക. അതിനുശേഷം ബബ്ബ എന്ന സിനിമ വരും. സ്ഥിരം ദിലീപ് ചേരുവകൾ ചേർന്ന ഒരു കുടുംബ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നാണ് സൂചന.